ഹേ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ റൈഡ് പോവാണ് കേട്ടോ. അതായത് കൊടികുത്തിമല കയറാനായിട്ട് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഞാനുണ്ട്, അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട് ഉണ്ട്. ഞങ്ങൾ 2 പേരും കൂടിയാണ് കൊടികുത്തിമല കയറാനായിട്ട് പോകുന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ടാണ് വണ്ടി ഓടിക്കുന്നത്, ബാക്കിലിരുന്ന് ഷൂട്ട് ചെയ്യുന്നതൊക്കെ ഞാനാണ്. സോ ഞങ്ങൾ വീട്ടിൽ നിന്നും ഏകദേശം ഒരു 9:30 ഞങ്ങൾ വീട്ടിൽ നിന്നും പുറപ്പെട്ടു. പിന്നെ ഒരു നീണ്ട യാത്രയായിരുന്നു. കണ്ടില്ലേ, മുന്നിൽ നമുക്ക് അടിപൊളി മലനിരകളൊക്കെ ഇങ്ങനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ യാത്ര ഇവിടെ നിന്നും ആരംഭിക്കുകയാണ്. ചുരുങ്ങിയത് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരുപാട് ദൂരം തന്നെ വരാനുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ആ വഴിക്കുള്ള റോഡാണിത്. നല്ല കയറ്റാണ്, കുത്തനെയുള്ള കയറ്റാണ് കേട്ടോ. അതുപോലെ തന്നെ 2 സൈഡിലും നമുക്ക് നോക്കിയാൽ അറിയാം, റബ്ബർ തോട്ടങ്ങളാണ് 2 സൈഡിലുള്ളത്. കണ്ടില്ലേ, അടിപൊളി. അങ്ങനെ ഒരു നീണ്ട യാത്രയ്ക്ക് ശേഷം ടോപ്പിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ടോപ്പിലെത്തിയപ്പോഴുള്ള കാഴ്ചയാണ് ഗൈസ്, കണ്ട അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി. ഞങ്ങൾ നിർത്തിയാണ്ട് 2 ഫോട്ടോ ഒക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ നിർത്താമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ വിട്ടു. ഫൈനൽ ഞങ്ങൾ അവിടെ എത്തി. ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഇനിയിപ്പോൾ അത് അകത്തോട്ട് കയറുകയാണ്. അപ്പോൾ എൻട്രൻസ് ഫീ ആയിട്ട് ഒരാൾക്ക് 40 രൂപ വെച്ച് ഞങ്ങൾ 2 പേരും ടിക്കറ്റ് എടുത്തു. അങ്ങനെ അകത്തോട്ട് കയറിയപ്പോൾ തന്നെ അവിടെ നമുക്ക് കൊടികുത്തിമലയുടെ ഒരു മിനിയേച്ചർ അവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് അതിൻ്റെ ഹിസ്റ്ററി നൽകിയിട്ടുണ്ട്. അതെല്ലാം കണ്ട് ഇവിടെ നിന്നാണ് നമ്മുടെ ട്രെക്കിംഗ് ആരംഭിക്കുന്നത്. അപ്പം നമ്മുടെ നടത്തം ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. ഒരുപാട് ദൂരം നടക്കാനായിട്ടുണ്ട്. അപ്പം ഞങ്ങനെ പതിയെ ഇങ്ങനെ നടന്ന് കയറുകയാണ് കേട്ടോ. അങ്ങനെ ഫൈനലി കുറച്ചങ്ങോട്ട് നടന്നപ്പോൾ തന്നെ ഇവിടെ നമുക്ക് അടിപൊളി സ്ഥലം കാണാൻ സാധിച്ചു. നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ അവിടെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ഉള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ അവിടെ ഒരുക്കിയിട്ടുണ്ട്. കണ്ട ഒരു ചേട്ടന്മാരൊക്കെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്നതും ഫോട്ടോ എടുക്കണമൊക്കെ കണ്ടങ്ങൾ. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അതിൻ്റെ മുകളിൽ കയറിയിട്ട് നമുക്ക് വീഡിയോ ഫോട്ടോകളൊക്കെ എടുക്കാം. അതെല്ലാം കണ്ടിട്ട് വീണ്ടും നമ്മൾ യാത്ര ആരംഭിക്കുകയാണ്. കണ്ടോ, ഒരുപാട് ദൂരം ഇനിയും യാത്ര ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ നടത്തം വീണ്ടും ആരംഭിച്ചു. ആ നടത്തം കണ്ടാൽ തന്നെ അറിയാം അത്രത്തോളം നമ്മൾ ക്ഷീണിച്ചിട്ടുണ്ട് എന്നുള്ളത്. കാരണം അത്രയും നമ്മൾ ഒരുപാട് നടന്നിട്ടുണ്ട്. അതെല്ലാം ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല. പിന്നെ പോകുന്ന വഴിക്കല്ല ഇത്തരത്തിലുള്ള ചെറിയ പോസ്റ്ററും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതെൻ്റെ ഫ്രണ്ടാണ് കേട്ടോ, അവൻ നടക്കുന്നുണ്ടോ, അവന് ആകെ ടയേർഡായിട്ടുണ്ട്. ശരിക്കും ഞങ്ങൾ 2 പേരും ടയേർഡായിട്ടുണ്ട്. എന്താണെന്നാലും നമ്മൾ കുടിവെള്ളം പോലും എടുക്കാതെയാണ് അവിടെ നമ്മൾ കയറി പോയിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ അവിടെ സൈഡിൽ നമുക്ക് വിശ്രമിക്കാനുള്ള ചെറിയ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവിടെയൊക്കെയാണ് കപ്പിൾസിൻ്റെ ഏരിയ ആണ്. അതൊരു കപ്പിൾസ് ഏരിയ ആണ് ചുരുക്കി. അപ്പോൾ കാഴ്ച ഞങ്ങളിത് കൊടികുത്തിമല ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല പോലെ തന്നെ കയറ്റങ്ങൾ. അങ്ങനെ ഫൈനലി ഞങ്ങൾ ടോപ്പിലെത്താറായി. അപ്പോൾ ഇത് വലിയൊരു കയറ്റമാണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നോക്കിയപ്പോൾ കണ്ടില്ലേ, അടിപൊളി ഒരു വ്യൂ ആണ് ഇവിടുന്ന് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. കണ്ടില്ലേ, ഫുള്ള് മലനിരകളാണ് ഇങ്ങനെ കാണാനായിട്ട് സാധിച്ചു. കുറച്ചുകൂടി നമ്മൾ നേരത്തെ വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം നമുക്ക് കോട മൂടിയ സ്ഥിതിക്ക് നമുക്ക് അവിടെ കാണാം. എന്തായാലും നമ്മൾ ഫൈനലി ടോപ്പിലെത്തി. കണ്ടതാണ് വ്യൂ, നല്ല കാറ്റുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഫോട്ടോ വീഡിയോകളൊക്കെ എടുത്തു. ഒരുപാട് വിശ്രമത്തിന് ശേഷം ഞങ്ങൾ താഴെ ഇറങ്ങി. നമ്മൾ പെരിന്തൽമണ്ണ ടൗണാണ് ഈ കാണുന്നത് കേട്ടോ. നമ്മൾ ആ മലനിരകൾക്കുള്ളിലൂടെ ആ ചെറിയതായിട്ട് കാണുന്നത് അവിടുത്തെ ടൗണാണ്. അതെല്ലാം കണ്ട് ഞങ്ങൾ താഴെ ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ കൊടികുത്തിമലൊക്കെ കണ്ടിട്ട് ഗൈസ് ഞങ്ങളിങ്ങനെ താഴോട്ട് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. അങ്ങനെ താഴെ ഇറങ്ങുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ മുകളിലോട്ട് കയറിയ ആ ക്ഷീണം നമുക്ക് താഴെ ഇറങ്ങിയപ്പോൾ ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ ഒരുപാട് നടത്തത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും ടോപ്പിൽ നിന്നും ഏറ്റവും താഴെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ എൻട്രൻസ്. നമ്മൾ കയറി വന്ന സ്ഥലത്ത് എത്തിയപ്പോൾ അങ്ങനെ ഞങ്ങൾ പുറത്ത് ചാടി. നല്ല പോലെ തന്നെ ദാഹം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മളൊരു കരിമ്പിൻ ജ്യൂസ് വാങ്ങി കുടിച്ചു. അപ്പോൾ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് നല്ല അടിപൊളി കരിമ്പിൻ ജ്യൂസൊക്കെ തന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ യാത്ര ആരംഭിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ നേരത്തെ നിർത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്ഥലത്ത് നമ്മൾ നിർത്തി കുറേ ഫോട്ടോ വീഡിയോകളൊക്കെ എടുത്തു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ് ഗൈസ്. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ചെറിയ കുട്ടികൾ അതുപോലെ തന്നെ അത്യാവശ്യം പ്രായമായ ആളുകൾക്ക് മാത്രമാണ് ഒരു മല കയറാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവുക. അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഓക്കെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.